എത്രമാത്രം ദീർഘവീക്ഷണമുള്ള കറാമത്തിന്റെ നിറകുടമായിരുന്നു എന്നതിന്റെ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. 18ാമത്തെ വയസ്സിൽ കേരളത്തിലേക്ക് ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു വന്ന മഹാനായ ഔലദബീല മമ്പുറന്തങ്ങൾ ഉപ്പാപ്പ അവർകൾ ഒരുപാട് ആയിരക്കണക്കിന് ശിഷ്യന്മാരെ ഈ ലോകത്തേക്ക് സമ്മാനിക്കുകയും ഇന്ത്യ രാജ്യത്തിന്റെ വെള്ളപ്പണത്തെ ബ്രിട്ടീഷുകാരുടെ കിരാതമായ കൈകളിൽ ഇന്ത്യ രാജ്യം അകപ്പെട്ടപ്പോ അവർക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തി ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന പ്രഗത്ഭന്മാരിൽ മുന്നണിയിലുള്ള മഹൽ വ്യക്തിത്വമാണ് മഹാനായ മമ്പുറന്തങ്ങൾ. വെളിയങ്കോട് ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു നമുക്ക് സിയാറത്ത് ചെയ്തവരായിരിക്കാം. മമ്പുറന്തങ്ങൾ ഉപ്പാപ്പയുടെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. ഒരു ദിവസം മമ്പുറന്തങ്ങൾ ഒരു ഖുതുബുസ്സമാനാണ്, വലിയ ഔലിയാക്കളിൽ പ്രധാനിയാണ് എന്നൊക്കെ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു കേൾക്കാനിടയായപ്പോ ഒന്ന് പരിശോധിക്കണം എന്ന നിലയ്ക്ക് മമ്പുറന്തങ്ങളുടെ ഹദറത്തിലേക്ക് പോവുകയാണ്. പക്ഷേ പരിശോധനയുടെ ചിന്തയുമായി പോയപ്പോ മമ്പുറന്തങ്ങളുടെ ഹദറത്തിൽ സാന്നിധ്യത്തിൽ എത്തിയപ്പോ ഒരക്ഷരം പോലും ഒരുവിടാതെ മുഴുവൻ അറിവുകളും അവിടത്തെ മൈൻഡിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് മമ്പുറന്തങ്ങളുടെ മൗലിദിൽ കാണാൻ കഴിയും. അവസാനം മമ്പുറന്തങ്ങളുടെ മഹത്വം മനസ്സിലാക്കി ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന് എല്ലാ അറിവുകളും മഹാനവറുകൾ തിരിച്ചു കൊടുത്തു. ഖുതുബുസ്സമാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഔലിയാക്കളെ മുഴുവനും നിയന്ത്രിക്കുന്ന പവറുള്ള മഹാന്മാരാണ് എന്നാണ്. നിലനെ കളവാനും നിലനെ കൊടുക്കാനും നായൻ അവർക്ക് അനുവാദം കൊടുത്തോവർ അത്രയും വലിയ ദർജയിലെത്തിയവരാണ്. ഒരാൾക്കും തർക്കമില്ലാതെ പണ്ട് മുതലേ വിളിച്ച് എല്ലാവരും ഒരേ സ്വരത്തിൽ വിളിക്കുന്ന നാമമാണ് ഖുതുബുസ്സമാൻ ഔലദബീല സയ്യിദ് അലവിൽ മൻഫുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ മഹാനുഭാവനെ സ്മരിക്കുന്ന അവിടുത്തെ ആണ്ടുകളൊക്കെ നടന്ന് കേരളത്തിന്റെ ഒരുപാട് ഭാഗങ്ങളിൽ അവിടുത്തെ അനുസ്മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാസമാണ്. അർഹമുർ റഹീമായ റബ്ബ് ആ മഹാനുഭാവന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഇരു ലോകവും അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ.